ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിയാസ് റെസിപ്പീസ്. അപ്പം ഇന്നൊരു പോളൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ചിക്കൻ തന്തൂരി പോളേൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പോള നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. മാത്രമല്ല ഇതിനധികം ഈ ചിക്കൻ്റെ മസാല ഒന്നും അധികം ആവശ്യമില്ല, അതുപോലെ തന്നെ ചിക്കൻ ഒരുപാട് അങ്ങ് ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു 100 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്ത് സാധാരണ ഒരു ചിക്കൻ പോള തയ്യാറാക്കാം. എന്നാൽ നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റ് ഒന്ന് ഡിഫറെൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് തന്തൂരി മസാലയാണ് ചേർക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ തന്തൂരി ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോം മെയ്ഡായിട്ട് തന്തൂരി ചിക്കൻ മസാല ചേർക്കാം. അപ്പോൾ അതിന് വേണ്ടി 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ആയിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് വേണം. അപ്പോൾ കട്ട തൈര് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ തൈര് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് വെള്ളമൊക്കെ പോയി കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം മുകളിൽ ഭാഗത്തുള്ള ആ കട്ട തൈര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ല കട്ടായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു 30 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ചിക്കൻ നല്ലൊരു ടേസ്റ്റായിട്ട് വരുള്ളൂ. മാത്രമല്ല നമ്മൾ ഇത്രത്തോളം മസാലകളൊക്കെ ചേർത്തതല്ലേ, ഒരു 30 മിനിറ്റിന് ശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 30 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുമ്പം വേറെ വെള്ളങ്ങളൊന്നും ചേർക്കരുത്. അതുപോലെ തന്നെ ഇതൊന്നും അങ്ങ് ചുഴറ്റി പാര അങ്ങനത്തെ ഒന്നും ചെയ്യരുത്. ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ചൂടെത്തുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. പിന്നെ നമ്മളത് കുക്ക് ചെയ്തെടുക്കുമ്പം ഒന്ന് മൂടി വെക്കാം. മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ ഉൾഭാഗവും അതുപോലെ തന്നെ പുറം ഭാഗമൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. മാത്രമല്ല ഉൾഭാഗമൊക്കെ പെട്ടെന്ന് അങ്ങ് ഫ്രൈ ചെയ്തിട്ട് കിട്ടും. പിന്നെ നമ്മളിത് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ മാത്രമല്ല ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതങ്ങ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ ഇതുപോലെ ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്ത് നന്നായിട്ട് വെന്ത് വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് കോരി മാറ്റാം. നെക്സ്റ്റ് ആയിട്ട് ഈ പാനിൽ തന്നെ ഞാനിത് മസാലക്കൂട്ട് തയ്യാറാക്കുകയാണ്. അതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസ് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ ചെറിയ 2 ഉള്ളിയാണ്. ഇനിയിപ്പം അത്യാവശ്യം വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ 1 മാത്രം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ 2 മീഡിയം എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം വേണം എരിവ് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഉള്ളിയുടെ എല്ലാ ഭാഗത്തും മസാലക്കൂട്ട് എത്തിക്കിട്ടണം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയുടെ എല്ലാ ഭാഗത്ത് ചിക്കൻ എത്തുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. 1/4 കപ്പ് ചിക്കന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ പിച്ചി എടുത്തിട്ടുള്ള ചിക്കന് 1/4 കപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഫോർ ഡെക്കറേഷന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഡ്രൈ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിത് ഗ്രേവി പോലെ കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് സോയാ സോസ്, അതുപോലെ തന്നെ 1 ടീസ്പൂണ് ചില്ലി സോസ്, 1 ടേബിൾ സ്പൂണ് കെച്ചപ്പ്, അതായത് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മാത്രമല്ല അത് നല്ല ടേസ്റ്റ് ആട്ടോ. ഈ 3 സോസും കൂടി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചപ്പ് പുതിന കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മാത്രമല്ല ഇതൊന്ന് ഈ സോസുകളെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് എത്തിക്കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെള്ളം കൂടിയും ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇതങ്ങ് മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഫ്ലെയിം ഓഫാക്കി മാറ്റി വെക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. നല്ല ടേസ്റ്റ് ആട്ടോ. ഈ 3 സോസ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ചേർത്ത് കൊടുക്കണ്ടേ. അപ്പോൾ അതാ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കണം. അപ്പം അതിന് വേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പാലൊഴിച്ചെടുക്കാം. അപ്പോൾ 1 കപ്പ് മൈദപ്പൊടിയിലേക്ക് 1 കപ്പ് പാല്, ഇതാണ് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ്. ഇതിലേക്ക് 2 എഗ്ഗ്,
നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ള ഒരു ദോശയൊക്കെ പോലത്തുള്ള ഒരു മാവാണിത്. കുറച്ച് ടൈറ്റായിട്ടുള്ള മാവാണ്. ഒരു 1/4 കപ്പ് ഓയിൽ, നമ്മൾ ഏത് കപ്പിനാണോ എടുക്കുന്നത് ആ കപ്പിലേക്ക് 1/4 കപ്പ് എടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി എന്ന് പറയുന്നത് നല്ല മാവ് നല്ലൊരു സ്പൈസി ആവാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നല്ലതാട്ടോ. നല്ല മാവ് സ്പൈസി ആവാനും ഈ ഒരു പോളക്ക് കുറച്ചും കൂടി ഒരു നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടാൻ നല്ല അടിപൊളിയാണ്. നന്നായിട്ട് അങ്ങ് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ അവിടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സോസ് പാനിലേക്ക് ഒഴിച്ച് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മളൊരു സോസ് പാനാണിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. സോസ് പാൻ്റെ താഴ്ഭാഗത്ത് ഒരു തട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് സോസ് പാൻ്റെ മുകളിലായിട്ടും സൈഡിലായിട്ടും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സോസ് പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മുടെ ഈ മാവ് നേർപകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റ് അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഒരു 4 മിനിറ്റിന് ശേഷം ഇത് അത്യാവശ്യമൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. തന്തൂരി ചിക്കൻ മസാലയാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പം നമ്മുടെ കയ്യിൽ സമൂസൊക്കെ തയ്യാറാക്കി കഴിഞ്ഞപ്പം ബാക്കി ഉണ്ടായിട്ടുള്ള കുറച്ച് മസാലക്കൂട്ട് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ നമുക്ക് പോള തയ്യാറാക്കാം. ഈ പോള തയ്യാറാക്കുമ്പോൾ നമുക്ക് ഒരുപാട് മസാലൻ്റെ ആവശ്യമില്ല. നമുക്ക് വയറ് നിറച്ച് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി പോള കിട്ടും ചെയ്യും. പിന്നെ നമ്മൾ മസാലക്കൂട്ട് തയ്യാറാക്കുമ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ സൈഡ്സുകളിലൊന്നും ഒന്നും എത്തിക്കിട്ടരുത്. നടുഭാഗത്ത് മാത്രം വെച്ച് കൊടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ള മാവ് ഇതിൻ്റെ മുകളിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചൊന്ന് ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഡെക്കറേഷനൊന്നും വലിയ നിർബന്ധമൊന്നുള്ള കാര്യമില്ല. കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ക്യാപ്സിക്കും ക്യാരറ്റും വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ മാത്രമല്ല നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഒരു 25 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്നങ്ങ് ചൂടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലത്തെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതങ്ങ് മറിച്ചിട്ട് കൊടുക്കുകയാണ്. മുകൾ ഭാഗം ഒരു 3-4 മിനിറ്റ് ഇതുപോലെ കുക്കായി വരണം. ചിക്കൻ തന്തൂരി പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകാൻ പറ്റും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. മാത്രമല്ല ഇതിൻ്റെ നടുക്ക് വെച്ചിട്ടുള്ള മസാലക്കൂട്ട് നല്ലൊരു ഗ്രേവി പോലെയാണ് വെച്ചത്. അതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പം ചിക്കൻ തന്തൂരി പോള നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.